ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. വോട്ട് വണ്ടിയാൻ ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ എടുത്തത് കാളികാവ് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളായിരുന്നു. എന്നാൽ നമ്മുടെ കാളികാവ് പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായ ചോക്കാട് പഞ്ചായത്തിലെ ഗ്രാമമാണ് ഉതിരംപൊയിൽ. ആ ഉതിരംപൊയിലെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇന്നത്തെ നമ്മുടെ അതിഥി ഉതിരംപൊയിലെ സ്ഥാനാർത്ഥിയാണ്. ചോക്കാട് പഞ്ചായത്തിലെ 12ാം വാർഡാണ് ഉതിരംപൊയിൽ. കാണാം വിശേഷങ്ങൾ. ചോക്കാട് പഞ്ചായത്തിലെ 12ാം വാർഡ് സ്ഥാനാർത്ഥി ഹമീദ് ഖാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹമീദ് ഖാൻ, സ്വാഗതം. നിങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് തന്നെ വിജയിച്ചിട്ടുണ്ട്. 5 വർഷം മെമ്പറായിട്ടുണ്ട്. 5 വർഷം. അത് ഈ കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുമ്പത്തെ വർഷം 2015. അന്ന് ചോക്കാട് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന് വിഭജിച്ച് ചോക്കാട് പഞ്ചായത്ത് ഫസ്റ്റ് ടൈമിലാണോ? അല്ലല്ല, അത് 2000-ലാണ് പഞ്ചായത്ത് വിഭജനം നടക്കുന്നത്. 2015-ലാണ്. അപ്പൊ ഇപ്പൊ വാർഡ് വിഭജനത്തില് അന്നും ഇന്നും വാർഡ് 12 ഉതിരംപൊയിൽ. വാർഡ് 12 ഉതിരംപൊയിൽ ലക്കി വാർഡാണ്. 12ാം നമ്പർ. അപ്പൊ ഇപ്പൊ പുതിയ വാർഡ് വിഭജനം വന്നതിൽ വാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നിലവിലുള്ള വാർഡിൽ നിന്ന് ഒരു 10-200 വോട്ടുകൾ മാറ്റം വന്നു മറ്റ് വാർഡുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ ആ ഭാഗത്തെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ അമ്പലക്കടവ് പാലം മുതൽ ഇങ്ങോട്ട് ഈ ഉതിരംപൊയിലേക്ക് വരുമ്പോ വലതുഭാഗം മൊത്തം ഈ കാളികാവിന്റെ അതിർത്തി വരെ. ഇവിടെ ഈ റോഡ് ഭാഗം കാളികാവ് മങ്കുണ്ടിലെ കാളികാവിന്റെ അതിർത്തി വരെ. അവിടുന്ന് ഇങ്ങോട്ടുള്ളത്. പിന്നെ അതുപോലെ റോഡിന്റെ ഇടതുഭാഗം മുകൾ ഭാഗം കാളികാവ് മങ്കുണ്ടിലെ അതിർത്തി മുതൽ ഉതിരംപൊയിൽ ഗ്രൗണ്ട് റോഡ് വരെ. അപ്പൊ ഈ റോഡ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന നിലമ്പൂർ റോഡ് അപ്പുറം ഇപ്പുറം 12 ചോക്കാട് പഞ്ചായത്താണ്. ചോക്കാട് പഞ്ചായത്താണ്. നിങ്ങളെ ചെറുപ്പം മുതലേ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെയായിരുന്നു? ഏകദേശം ഒരു 18 വയസ്സ് മുതൽ ഞാൻ MSF യൂത്ത് ലീഗ്, അങ്ങനെ പിന്നീട് അതിന്റെ ഇടയ്ക്ക് ഒരു KMCC ഗൾഫിൽ പോയി മലപ്പുറം ജില്ലാ KMCന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ടുണ്ട് റിയാദിൽ. അപ്പൊ വിദ്യാർത്ഥി രാഷ്ട്രീയം പഠനകാലം എവിടെയായിരുന്നു? പഠനകാലം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കൂടുതൽ വിദ്യാഭ്യാസം നേടിയ ആളല്ല. സ്കൂളിൽ ഒരു 8ാം ക്ലാസ് പഠനം നിർത്തി പോകുന്ന ആളാണ്. പക്ഷെ ആ സമയത്തും ഞാൻ MSF-ൽ സജീവമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലത് UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റ്. ബേജാറും ഇല്ല, ഒരു ടെൻഷനില്ല. നിങ്ങൾ ഇതിന് മുമ്പ് 5 വർഷം മെമ്പർ ആയിരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു വെറൈറ്റി വികസനം കൊണ്ടുവന്നത് എന്തെങ്കിലും? എത്ര കോടിയുടെ വികസനം നമ്മൾ വാർഡിൽ നടപ്പാക്കി? അന്ന് കൃത്യമായിട്ട് ഒരു സംഖ്യയുടെ കണക്ക് ഓർമ്മയിലില്ല, കാരണം ഒരു 5 വർഷം മുമ്പാണല്ലോ. എന്നാലും പിന്നെ ഇവിടുത്തെ ഏകദേശം പിന്നെ ഉൾപ്രദേശങ്ങളിലുള്ള ഒരു 90% റോഡുകളും അന്ന് കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കാളികാവിന്റെ വികസന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കാൻ പറ്റുന്ന മേഖലയാണ് കെട്ടിങ്ങൽച്ചിറ ചോക്കാട് പഞ്ചായത്തിൽ നിങ്ങളെ വാർഡിലാണ് വരുന്നത്. അപ്പൊ അതിന് ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനി വരിക UDF ഭരണത്തിൽ വരികയാണെങ്കിൽ അതുമായി സാധ്യതകൾ വെച്ച് എന്തെങ്കിലും നടപ്പാക്കാൻ കഴിയുന്നത്? ഓക്കെ, പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് UDF-ന്റെ ഒരു ഭരണം വരികയാണെങ്കിൽ ഏതായാലും പിന്നെ സർക്കാരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ MLA-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ അങ്ങനെ ഒരു മേഖല വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം കാളികാവ് അതിനെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാളികാവ് പഞ്ചായത്തിന്റെ ഒരു ഭാഗമായിരുന്നു ചോക്കാട് പഞ്ചായത്ത്. അപ്പോൾ ഒരു മദർ പഞ്ചായത്ത് എന്നുള്ള നിലക്ക് കാളികാവ് പഞ്ചായത്തിന്റെ ആസ്തിയിലാണ് കിട്ടുങ്ങൽ ചിറയും മറ്റുള്ളതൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു വികസനം കൊണ്ടുവരുമ്പോൾ കാളികാവ് പഞ്ചായത്തിന്റെ കൂടി അംഗീകാരത്തോടു കൂടി 2 പഞ്ചായത്തിലെയും അപ്പുറത്തുള്ള ജനപ്രതിനിധികൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കെട്ടിങ്ങൽച്ചിറ ലൊക്കേഷൻ വരുന്നത് നിങ്ങളെ പഞ്ചായത്തിലും അതിന്റെ ആസ്തി കിടക്കുന്നത് കാളികാവ് പഞ്ചായത്തിലും. മദർ പഞ്ചായത്തിലാണോ ഉണ്ടാവുക? മദർ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറൂല. അപ്പോ ഇപ്പൊ കരുവാരക്കുണ്ടിലായാലും വണ്ടൂരായാലും ഇക്കോ ടൂറിസം മേഖലയിൽ അവിടെ ഓരോ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാളികാവിനും ചോക്കാടിനും ഇല്ല. അപ്പൊ കാളികാവിനും ചോക്കാടിനും വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം. അതിന് മുൻപന്തിയിലുണ്ടാവും. ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിയും നിങ്ങൾ നാട്ടുകാരാണ്, സുഹൃത്താണോ? ആത്മസുഹൃത്ത്, വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഉതിരംപൊയിലിന്റെ 2 ജനകീയ മുഖങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ചോക്കാട് പഞ്ചായത്തിലെ ഏറ്റവും ശക്തമായ മത്സരവും ആവേശവുമായ മത്സരം നടക്കുന്നത് 12ാം വാർഡായ ഉതിരംപൊയിലാണ് തോന്നുന്നുണ്ട്. അല്ല, 12ാം വാർഡിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മത്സരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തേക്ക് അങ്ങാടിയിൽ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ഒരു
ഓരോ ആവേശം ഒരു ഇതൊക്കെ ഉണ്ട് എന്നല്ലാതെ പിന്നെ വോട്ടുകൾ കിടക്കണൊക്കെ വീടിൻ്റെ ഉള്ളിലാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ വോട്ട് കിടക്കുന്നത് വീടിൻ്റെ അകത്ത്, അങ്ങാടിയിലല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിൽ ഭയപ്പാടുമില്ല. പ്രത്യേകിച്ച് അതൊരു വലിയൊരു മത്സരമായി തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു 18-20 വയസ്സ് മുതൽ നാട്ടുകാർക്കിടയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3.5 പതിറ്റാണ്ടിന് മേലായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാക്കിയെടുത്തൊരു അടിത്തറുണ്ട്, ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ എന്തായാലും വോട്ടായി മാറും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പഞ്ചായത്തിലും UDF ശക്തമാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ വളരെ പ്രതീക്ഷയിലാണ്. സ്കോഡ് വർക്കുകൾ ഇപ്പോൾ കഴിഞ്ഞു. സ്കോഡ് വർക്ക് തുടങ്ങിയിട്ട് പോലും തുടങ്ങിയിട്ടില്ല. ഇല്ല. ഇപ്പോൾ വീടുകളിൽ വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. പലരും പറയുന്ന ഈ വാർഡിൽ സ്കോഡ് വർക്ക് തുടങ്ങിയിട്ട് പോലും ഇല്ല. രണ്ടു കൂട്ടരും തുടങ്ങിയിട്ടില്ല. ഇല്ല, അത് സ്ഥാനാർത്ഥികൾ മാത്രം വീടുകളിൽ പോകുന്നുണ്ട്. കൂട്ടമായിട്ടുള്ള തുടങ്ങിയിട്ടില്ല. അപ്പൊ വളരെ അത് ഇറങ്ങും, ഒരു 2 ദിവസത്തിനകം ഇറങ്ങും. ഒന്നാമത് പിന്നെ നോമിനേഷൻ കൊടുത്ത് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത് ഇന്നലെ നടന്നു. ഇനി തിങ്കളാഴ്ച നാളെ 3 മണിയോട് കൂടിയാണ് സ്ഥാനാർത്ഥികളുടെയും അതുപോലെ അവരുടെ ചിഹ്നത്തിന്റെ ഒക്കെ ഒരു അന്തിമ ലിസ്റ്റ് പുറത്തിറങ്ങും. അതിനുശേഷമുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവും. നിങ്ങൾ എതിർ സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ടാണോ അതോ പാർട്ടി ചിഹ്നത്തിലാണോ? സ്വതന്ത്രനായിട്ടാണ്. സ്വതന്ത്രനായിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു പാർട്ടി മെമ്പർ തന്നെയാണ്. കാരണം പിന്നെ CPM-ന്റെ ബാങ്കിലെ ഒരു പ്രസിഡന്റാണ്, സഹകരണ സ്ഥാപനത്തിലെ പ്രസിഡന്റാണ്. പിന്നെ CPM-ന്റെ പരിപാടികളിലും നേതാക്കന്മാരൊക്കെ ഒപ്പം ഉണ്ടാകലുണ്ട്. ചോക്കട പഞ്ചായത്തിൽ ഉദരംപോയിൽ മാത്രമല്ല പല സ്ഥലത്തും ഇവര് പാർട്ടി ചിഹ്നം ഉപയോഗിക്കുന്നില്ല. 8 വാർഡിലോ 9 വാർഡിലേറ്റ് പാർട്ടി ചിഹ്നമൊക്കെ ഒഴിവാക്കി ജനകീയ സ്ഥാനാർത്ഥിയായിട്ട് ഒരു LDF എന്ന് പോലും ബോർഡിലോ അല്ലെങ്കിൽ പ്രചരണത്തിലോ പറയാതെ, പിന്നെ പ്രത്യേകിച്ച് ഉദരംപോയില് CPM LDF എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് ഉദരംപോയിലുള്ളത്. ജനകീയമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷയിലാണ്. ജനകീയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർ ജനകീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രചരണത്തിനും പ്രവർത്തനം. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, താങ്ക്സ്.